അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ മുഷാവറയിലുള്ള മഹാന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ ദീർഘവീക്ഷണമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ 100 വർഷം മുമ്പ് അവർ ചിന്തിച്ച സമയത്ത് അന്ന് വിധേയ പ്രസ്ഥാനമൊന്നുമില്ല, IS മുജാഹിദ് അങ്ങനത്തെ ഇതൊന്നും അത്ര ഇതില്ല, ചെറിയ ന്യൂനപക്ഷം മാത്രം ഉണ്ടായിട്ടുള്ളൂ. ആ ന്യൂനപക്ഷത്തെ തിരിച്ചറിയുന്ന പറഞ്ഞാൽ മൈക്രോ ഈ ലെൻസ് ഇട്ടിട്ടാണ് അവരത് ഒരുപക്ഷെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അന്നത്തെ ആൾക്കാർ ഈ വിധേയ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പം വിശ്വസിച്ചിട്ടുണ്ടാവില്ല, ഉണ്ടോ ഇല്ല അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പിന്നെ പതുക്കെയാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ ഇപ്പോഴും ഇപ്പോഴത്തെ മുഷാവറ അത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അവരൊരു തീരുമാനങ്ങൾ എടുത്തു, അത് ജനങ്ങളെ അറിയിച്ചു. അപ്പം കൊള്ളേണ്ടത് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക എന്നുള്ളത് ഒരു ബോഡി പറയുകയാണ്. അപ്പോൾ നമ്മൾ ബോഡി എന്താ പറയുന്നത് അവരെ കൊള്ളുക, തള്ളേണ്ടവരെ തള്ളുക. അതുപോലെ ഇനിയും 100 വർഷം പിന്നെയും അങ്ങോട്ട് പോകും. അപ്പോഴും ഇതേമാതിരി പിന്നെയും വിഷയങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോഴും ആ കാലഘട്ടത്തിലുള്ള 100 വർഷം കഴിഞ്ഞിട്ടുള്ള മുഷാവറയിലുള്ള ആൾക്കാർക്ക് അവർക്ക് അപ്പോഴും പലതും കാണാൻ അവർക്ക് സാധിക്കും. കാരണം ഇത് കാണിച്ചു കൊടുക്കുന്നത് പടച്ചവനാണ്. അപ്പോൾ നമ്മളതിൽ അടിയുറച്ചുകൊണ്ട് നിൽക്കുന്നത് നമുക്ക് അതിനുള്ളൊരു ഭാഗ്യം നമുക്ക് വേണം. ആ ഭാഗ്യമുള്ള ആൾക്കാർ ഇപ്പോഴും മുഷാവറയിൽ അടിയുറച്ച് നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും അതിനുള്ള ഭാഗ്യമുണ്ടാവട്ടെ. ഇപ്പോൾ അടുത്ത് ഒരു മനാഫിൻ്റെ വിഷയം, മനാഫ് പത്രസമ്മേളനം അതൊക്കെ ആയിട്ട് നമ്മൾ കണ്ടതാണ്. അപ്പം മനാഫുമായി ബന്ധപ്പെട്ട് മനാഫിനോട് മീഡിയക്കാർ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.